PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു GK ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. 1192 രണ്ടാം തറായ് യുദ്ധത്തെ മുഹമ്മദ് ഘോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടു. ഒന്നാമത്തെ തറായ് യുദ്ധം നടന്നത് 1191 അപ്പോൾ ഈ ഒന്നാമത്തെ തറായ് യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഘോറിയെ തോൽപ്പിച്ചു. അപ്പോൾ രണ്ടാമത്തേത് നടന്നത് 1192 അതിൽ മുഹമ്മദ് ഘോറി പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുകയും ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിടുകയും ചെയ്തു. ഇനി ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. വടക്കേ ഇന്ത്യയിലെ അവസാനത്തെ പ്രധാന ഹിന്ദു രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹർഷവർദ്ധനാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന ഹിന്ദു രാജാവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. 1191 ഒന്നാം തറായ് യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഘോറിയെ തോൽപ്പിച്ചു. 1192 രണ്ടാം തറായ് യുദ്ധത്തിൽ മുഹമ്മദ് ഘോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. വടക്കേ ഇന്ത്യയിലെ അവസാനത്തെ പ്രധാന ഹിന്ദു രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹർഷവർദ്ധൻ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885 മുംബൈയിലെ ഗോകുൽദാസ് ദേശ്പാൽ കോളേജ് വെച്ചിട്ടാണ്. അതിന്റെ സ്ഥാപകൻ AO ഹ്യൂം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885 മുംബൈയിലെ ഗോകുൽദാസ് ദേശ്പാൽ കോളേജ് വെച്ചിട്ടാണ് രൂപീകരിച്ചത്. അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് AO ഹ്യൂം ആയിരുന്നു. ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. 1905 ബംഗാൾ വിഭജനം നടന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. 1905 ബംഗാൾ വിഭജനം നടന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഇനി ബംഗാൾ വിഭജനം നടന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 ജൂലൈ 20 അപ്പോൾ ഈ ബംഗാൾ വിഭജനം നടത്തിയത് അന്ന് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കൈസൻ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. അപ്പോൾ അത് പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 ആയിരുന്നു എങ്കിലും അത് നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 അതുകൊണ്ട് ഒക്ടോബർ 16 വിലാപ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി 1905 കൈസൻ പ്രഭു നടത്തിയ ഈ ഒരു ബംഗാൾ വിഭജനത്തെ റദ്ദ് ചെയ്തത് 1911 ഹാർഡിഞ്ച് സെക്കൻഡിന്റെ കാലത്ത് ആണ്. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹവും ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്തയാണ്. അവിടുത്തെ കറൻസി എന്ന് പറയുന്നത് റുപ്പിയ ആണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹവും ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയുടെ കറൻസി എന്ന് പറയുന്നത് റുപ്പിയ ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആഗ്ര പട്ടണത്തിന്റെ നിർമ്മാതാവ് സിക്കന്ദർ ലോധി. ലോധി വംശത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹ്ലൂൽ ലോധിയാണ്. ലോധി വംശത്തിലെ അവസാനത്തെ ചക്രവർത്തി ഇബ്രാഹിം ലോധി ആയിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിൽ സിക്കന്ദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തി ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ അലക്സാണ്ടർ എന്നറിയപ്പെടുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ്. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഒന്നുകൂടെ പറയാം, ആഗ്ര പട്ടണത്തിന്റെ നിർമ്മാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കന്ദർ ലോധി. ലോധി വംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ബഹ്ലൂൽ ലോധിയാണ്. ലോധി വംശത്തിലെ അവസാനത്തെ ചക്രവർത്തി ഇബ്രാഹിം ലോധി. ഇന്ത്യൻ ചരിത്രത്തിൽ സിക്കന്ദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തി. ഇന്ത്യയുടെ രണ്ടാമത്തെ അലക്സാണ്ടർ എന്നറിയപ്പെടുന്ന അലാവുദ്ദീൻ ഖിൽജി. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് കാനിങ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും ലോർഡ് കാനിങ് ആണ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ലോർഡ് കാനിങ് ആയിരുന്നു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൻ.
ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൻ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ലോർഡ് കാനിങ്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സി രാജഗോപാലാചാരി. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ലോർഡ് കാനിങ്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാജഗോപാലാചാരി.